ഞാനിപ്പോൾ നിൽക്കുന്നത് കണ്ണൂർ ജില്ലയിലെ കാശിപുരം ശ്രീ വനശാസ്ത ക്ഷേത്രത്തിന് മുന്നിലാണ്. ശബരിമലയിൽ 18 പടികൾ കയറിയാണ് ശാസ്താവിനെ നമ്മൾ കാണുന്നത്. ഇവിടെ 81 പടികൾ ഇറങ്ങിയാണ് ശാസ്താവിനെ നമ്മൾ കാണുന്നത്. അതുമാത്രമല്ല, വലിയൊരു വനത്തിനുള്ളിലാണ്, അതായത് പ്രകൃതി രമണീയമായ ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കാശിയിൽ നിന്ന് മഹാദേവനോടൊപ്പം വന്ന ശാസ്താവ് ഇവിടെ ഇപ്പോൾ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് സാന്നിധ്യമായി ഇവിടെ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് വിശ്വാസം. ശാസ്താവ് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഈ വനത്തിനുള്ളിലെ പാറപ്പുറത്തായിരുന്നു. ഇന്നും ആ പാറ ശ്രീകോവിലിന് സമീപം കാണാൻ സാധിക്കും. ഈ പാറയുടെ നേരെ താഴെയായിട്ടാണ് വിഗ്രഹങ്ങൾ നിലകൊള്ളുന്നത്. ശിവലിംഗങ്ങൾ, വനശാസ്താവിൻ്റെ സാന്നിധ്യമുള്ള ലിംഗം, രൂപങ്ങൾ എന്നിവ നിലകൊള്ളുന്നത്. ക്ഷേത്രത്തെ വലംവെച്ച് വരുമ്പോൾ ഈ പാറ കാണുമ്പോഴാണ് സ്വയംഭൂവായ വനശാസ്ത്ര സാന്നിധ്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ക്ഷേത്രവും കൊട്ടിയൂർ ക്ഷേത്രവും തമ്മിൽ ബന്ധമുണ്ട്. ദക്ഷൻ്റെ യാഗപൂർത്തിക്കായി ബ്രാഹ്മണരും വൈദിക ശ്രേഷ്ഠന്മാരും എല്ലാം വന്നപ്പോൾ അങ്ങനെ വന്ന കുറേ പേർ കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശങ്ങളിൽ തങ്ങുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സമയത്ത് അതിൽ ഒരു ബ്രാഹ്മണൻ മാത്രം ഈ ഒരു പ്രദേശത്തേക്ക് വരികയും ഈ പുഴയുടെ ഭംഗി കണ്ട് പുഴയിൽ മുങ്ങിക്കുളിച്ച് കരയിൽ കയറിയിരുന്ന് ദുർഗയെ പ്രാർത്ഥിക്കുകയും ചെയ്തു. തൻ്റെ ആരാധനാമൂർത്തിയായ ദുർഗയെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അശരീരിയായ ശബ്ദം കേട്ടു. കണ്ണു തുറന്നു നോക്കിയപ്പോൾ മുന്നിലൊരു ദൈവരൂപം കാണുകയും അത് വനശാസ്താവാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തു. ദുർഗയെ പ്രാർത്ഥിച്ചപ്പോൾ വനശാസ്താവാണ് പ്രത്യക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ വനദുർഗാ സങ്കല്പവും ഉണ്ട്. പണ്ടുകാലത്ത് ഈ ക്ഷേത്രപ്രദേശം കാടുകളാൽ മൂടപ്പെട്ട നിലയിലായിരുന്നു. പണ്ടുകാലത്ത് യാഗങ്ങൾക്കായി കൊണ്ടുവരുന്ന പശുക്കളെ കെട്ടിയിട്ടിരുന്ന ഒരു തൊഴുത്ത് ആയിരുന്നു ഈ പ്രദേശം.